ഫോർച്യൂണർ നിങ്ങൾ ഇപ്പോൾ എത്ര റേറ്റ് കുറച്ച് കൊടുക്കും? ഫോർച്യൂണർ നമ്മൾ 15-ാം തീയതി തൊട്ട് നമ്മളെ മേളയില് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ 50,000 റുപ്യ അതിൽ ഓഫർ കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് 50,000 റുപ്യ കുറച്ച് കൊടുക്കും. 2009 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ എവിടെയും കിട്ടാത്ത റേറ്റില് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വീഡിയോ ചെയ്താണ്. 1.25 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേറ്റ്. ഇതിലിപ്പോ എത്ര നിങ്ങൾ പറയുന്നത്? 1.60 കൊടുക്കാം. 1.60 കൊടുക്കുന്നുണ്ടോ? കുറച്ചുകൂടി കുറക്കാം. ഇനിയും കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? സ്വിഫ്റ്റ് ഡിസയർ VDI ആണ്, ഡീസൽ ആണ്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയാണ്. മേളൊക്കെയുള്ള അടിപൊളി ഹൈപ്പ് ഓഫർ ഇതൊക്കെയാണ് സാധനം. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കാർമേളൻ്റെ കാര്യം, അതേപോലെ തന്നെ അടിപൊളി വിലയിൽ അടിപൊളി വണ്ടികൾ, ലോണ്, വില കുറവ്, ക്യാഷ് ബാക്ക്, അതേപോലെ തന്നെ കമ്പനി വാറൻറ്റി അടക്കമുള്ള വണ്ടികളുണ്ടാവുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടികളൊക്കെ ഏകദേശം ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് വീഡിയോ നമുക്ക് കാണാനുള്ള വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോനകത്ത് ലേലത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതിൽ പെടാത്ത വണ്ടികളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാനുള്ള. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുളിക്കൽ അങ്ങാടിക്ക് കുറച്ചടുത്തായിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പ് കാണാം. ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ഒരു നേരെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM കാണാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ വീഡിയോ അതിലാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് വാഗനർ CNG കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ 5 രൂപ കുറച്ച് കൊടുക്കാം കേട്ടോ. 270. അതെ, 2015 CNG വാഗണർ. നല്ല ചാൻസ് റേറ്റാണല്ലോ. ക്യാഷ് ബാക്ക് ഉണ്ടാവും കേട്ടോ. 3.5 ലക്ഷം രൂപ വരെ റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടോ. LSI എന്നുള്ള ബേസ് വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവില്ല, 2 ഡോർ ആയിരിക്കും പവർ വിൻഡോസ് വരുന്നുണ്ടാവും. K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. 15 റേഞ്ചിൽ നോർമൽ പെട്രോളിൽ നമുക്ക് മൈലേജ് കിട്ടുന്ന നേരം ഈ വണ്ടിയിൽ നമുക്ക് ഏകദേശം 28 വരെ മൈലേജ് കിട്ടുന്നുണ്ടാവും. കാരണം ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് CNG ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കൊണ്ട്. അടുത്ത് 2009 LXI ആൾട്ടോ. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ. LSI എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. റിന്യൂവലൊക്കെ എന്നാ വരുന്നുണ്ടാവുക? റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാം. 1,05,000. 1,05,000 രൂപയ്ക്ക് പുതിയ റിന്യൂവലിൽ കൊടുക്കുന്നുണ്ടാവും. 1,05,000. അതായത് 5 വർഷത്തേക്ക് 2029 വരെ ഉണ്ടാവും അല്ലേ? അതെ, 2029 വരെ പേപ്പർ വാലിഡിറ്റിയിൽ 1,05,000 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത റേറ്റാണ് പുതിയ റിന്യൂവൽ എടുത്ത വണ്ടി എന്ന് വെച്ച് നോക്കുന്ന നേരം. 2008 പുതിയ പേപ്പർ. LSI ആണോ LS ആണോ? LXI 98,000 കേട്ടോ. 2008 പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള വണ്ടി 98,000 ആണ്. ഓക്കെ, കുറച്ച് കൊടുക്കാം. അതൊക്കെ കുറച്ച് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്ക് ചെയ്യില്ലേ? എല്ലാം വർക്ക് ചെയ്യും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ഉണ്ട്. സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടില്ല. അടുത്തത് കുറച്ച് കൊടുക്കാം. ഇത് 800 നമ്മൾ മുന്നേ കാണിച്ച 800 ആണ്. ഹോണ്ട സിറ്റി 79,000 കൊടുക്കാം. ഈ 800 MPFI ആണ്. AC വരുന്ന വണ്ടിയാണ്. 800 cc ആണ്. 4 സ്പീഡ് ആയിരിക്കും. MPFI AC 800. ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റി 2004 മോഡലല്ലേ ഇത്? ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പ് ഉള്ളതാണ്. EXI എന്നുള്ള വേരിയന്റ് ആയിരിക്കും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. അത്യാവശ്യം നീറ്റ് ഉണ്ട് വണ്ടി. ഇന്ത്യയിൽ അത്യാവശ്യം നീറ്റ് ഉണ്ട്. ഇതിൽ റസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഹോണ്ട സിറ്റിയിൽ. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഡോൾഫിൻ. ഓക്കെ, അടുത്തത് അടുത്ത് സ്വിഫ്റ്റ് ഡീസൽ 2009 മോഡൽ. 2009 മോഡലാണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാണുന്നുണ്ട്. ഓൾഡ് ഷേപ്പ് ആണ്. 2009 എന്ന് പറഞ്ഞാൽ റിന്യൂവൽ എന്നാ വരുന്നുണ്ടാവുക? റിന്യൂവൽ ടൈം ഉണ്ട്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ചെറിയൊരു LCD സ്ക്രീൻ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ? എഞ്ചിനൊക്കെ നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? പഴയ വണ്ടി നല്ല വണ്ടിയാ. കോപ്പർ റെഡ് എന്നുള്ള കളറിലാണ് വരുന്നുണ്ടാവുക. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 1,59 ആണ് റേറ്റ് വെക്കുന്നത്. ലോണ് കിട്ടുന്നുണ്ടാവും ഈ ഒരു റേറ്റ്? ലോണ് ചെറിയ ശ്രീരാമൊക്കെ ചെയ്യാം. ഏകദേശം എത്ര ലോൺ കിട്ടുന്നുണ്ടാവും? ഒരു 1 lakh വരെ ചെയ്യാം. ഓക്കെ, 2011 VXI ആണ്. 1000 cc വണ്ടിയാണ്. VXI എന്ന് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയായിരുന്നു. 145 ചോദിച്ചതാണ്. 140ക്ക് ഫൈനൽ കൊടുക്കാന്ന് പറഞ്ഞാണ്. ഇനി എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇനിയും കുറച്ച് കൊടുക്കാൻ പറ്റും. നമ്മളെ കാർ ലേലത്തിന്റെ സ്കീമിൽ തന്നെ വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റേറ്റ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാന്നുള്ള രീതിയിൽ. KL 56 എന്നുള്ളത് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. നല്ല വണ്ടിയാണ്. 2011 വണ്ടി. 2026 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ ഇത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. നല്ല വിലപ്പാകാനുള്ളത്. 18 മോഡൽ KV 100.
KUV 100 18 മോഡലാണ്. മഹീന്ദ്രയുടെ നോർമലി നമ്മൾ പറയുന്ന 5 സീറ്റർ പോലത്തെ വണ്ടിയല്ല, 6 സീറ്റർ വണ്ടിയാണ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റ് ഫ്രണ്ടിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല സീറ്റിംഗ് പൊസിഷൻ ആണെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പെട്രോളിൽ 4 ഡോർ പവർ വിൻഡോസ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും മെയിനായിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും KUV ഉണ്ടോ? ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് ഏകദേശം അറൗണ്ട് 60-70 അങ്ങനെ എന്തോ ഓടിയിട്ടുണ്ട്. 60,000-70,000 റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KUVക്ക് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? റേറ്റ് ശരിക്കും എത്രയാണ് വരുന്നത്? 320 കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു. ഇനിയും 10 രൂപ കുറച്ച് കൊടുക്കാം. 310 അത് ഇനിയും കുറയൂ? കുറച്ച് കൊടുക്കുക. സാർക്ക് അടുത്ത് 2009 ഇന്നോവ G4. ഇന്നോവ G4 എന്ന് പറയുന്നത് റൂഫ് AC വരുന്ന വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. 2500 cc 2012 മുന്നുള്ള മോഡൽ അതിനെ കൊണ്ട് ഇന്റർകൂളർ അല്ലാത്തതിനെ കൊണ്ട് ഏകദേശം ഒരു 12 വരെ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്ത കൊല്ലമായിരിക്കും, അതായത് 24 ഈ കൊല്ലമായിരിക്കും റിന്യൂവൽ വരുന്നത്. അപ്പോൾ റിന്യൂവൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുമോ? 440 നമ്മൾ ചോദിക്കണ്ടായിരുന്നു. മാന്യമായിട്ട് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. റേറ്റ് കുറച്ച് കൊടുക്കാം. റിന്യൂവൽ ഇപ്പോൾ ചിലർക്ക് റിന്യൂവൽ പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റിന്യൂവൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ? അതൊക്കെ ചെയ്ത് കൊടുക്കാം. റിന്യൂവൽ വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. ഇപ്പോൾ റിന്യൂവലിൽ നമ്മൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 രൂപയ്ക്ക് റേഞ്ചിൽ അത്രയും മാക്സിമം റിന്യൂവലിൽ ചാർജ് വരുന്നുള്ളൂ. ടാക്സിന് ഏകദേശം ഒരു 10,000 രൂപ. പിന്നെ ഒരു അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഇതിൽ നിലവിൽ പെയിൻറ്റിങ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ഔട്ടാവും അങ്ങനെ RTO ചെന്ന് കഴിഞ്ഞാൽ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. ഈ 2009 440 റേറ്റ് എന്ന് പറഞ്ഞാൽ ലോണ് നമുക്ക് ഏകദേശം ഒരു 2.5 മുകളിൽ എന്തെങ്കിലും ലോൺ കിട്ടുന്നുണ്ടാവും? ഏകദേശം 2.5 ലോൺ ചെയ്യാം. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ ലോൺ കിട്ടുന്നുണ്ടാവും. ബാക്കി ഓക്കെ മതി. 2012 മോഡൽ VDI സ്വിഫ്റ്റ് ഡിസയർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് RC ഓണറാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യത്തൊക്കെ രീതിയിലൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഫുൾ ലോൺ കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുതിയ മേളയിലുള്ള റേറ്റ് 2,99,000 രൂപയ്ക്ക് 2012 VDI സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ വണ്ടിയാണ്. 2018 മോഡല് 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് കൊടുക്കാം നമുക്ക്. നമ്മൾ 270 അല്ല സോറി 570 ചോദിച്ചത്. 570 ചോദിച്ചിരുന്നത്. നമുക്ക് ഇനിയും മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. GD എന്നുള്ള വേരിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറ്റിയോസിൽ ബേസ് മോഡൽ ആണെങ്കിൽ കൂടെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. ഇങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റീവണ്ടി ആണെങ്കിലും അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. ഡ്യുവൽ ടോൺ കമ്പനി വരുന്ന ഡ്യുവൽ ടോൺ ആണോ അല്ലെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട്? എയർ ബാഗ് വരുന്നുണ്ടല്ലേ? 2 ഫീച്ചേഴ്സ് പറയുന്നേരം പറയാൻ വിട്ടു. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. അല്ല, ഈ ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കമ്പനി ഇറക്കുന്ന ഡ്യുവൽ ടോൺ ആണോ അല്ലെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്താണോ? ഇത് ഡ്യുവൽ ടോൺ വരുന്ന വണ്ടിയാണ്. ഡ്യുവൽ ടോൺ വരുന്ന വണ്ടി ചെയ്തതല്ലേ? കാരണം ഡ്യുവൽ ടോൺ VHD-ലാണ് വരുന്നത്. ചെയ്തതാണ്. ഡ്യുവൽ ടോൺ ചെയ്തതല്ലേ? 570 വണ്ടിന് റേറ്റ് എങ്കിൽ കൂടെ ബാങ്ക് വാല്യൂഷനിൽ ഏകദേശം 6.25 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. 6.25 ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കേരള വണ്ടിയാണെങ്കിൽ നമ്മൾ കാണുന്ന റേറ്റ് തന്നെ. റീവണ്ടി അതിനെ കൊണ്ടുള്ളൊരു വിലപ്പാകം ചെറുതായിട്ട് കാണുന്നു. ചോദിക്കുന്നുണ്ട്. മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 2,99,000 രൂപയ്ക്ക് എറ്റിയോസ് ലിവ. എങ്ങനെ ഡീറ്റെയിൽ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ? ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണോ? 3.25 ലക്ഷം ചോദിച്ചാണ്. ഏകദേശം 25,000 രൂപേൻ്റെ അടുത്ത് തന്നെ കുറച്ചിട്ടുണ്ട്. ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവില്ലേ GD-യിൽ? ഓക്കെ. സാർക്ക് അടുത്തത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ ZDI വണ്ടി കേട്ടോ. ZDI എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. നമ്മൾ സാധാരണ കാണുന്ന VDI-നേക്കാളും ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ OE alloy wheels വരുന്നുണ്ടാവും. എക്സ്ട്രാ 8 AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫിയാറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനായിരിക്കും വരുന്നത്. 18, 20, 22 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുള്ളതുണ്ട്? ഇല്ല ഒന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത്? 440 ഫൈനൽ കൊടുക്കാം. 440 ഫൈനൽ കൊടുക്കാം. ZDI എന്ന് പറയുന്ന നേരം VD 2014 നമ്മൾ ഏകദേശം 3.5 വരെയൊക്കെ നമ്മൾ മാക്സിമം റേറ്റ് കാണാറുണ്ട്. അപ്പം ആ ഒരു ZDI 4 lakh above 4 lakh ഒക്കെ നമുക്ക് ചെയ്യാം. ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? SMT വേരിയന്റ് വരുന്ന ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന ഹോണ്ടൻ്റെ അമേസ് ഡീസൽ 2018 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഡോക്ടർ എംബ്ലോക്ക് കാണുന്നുണ്ടോ? ഒന്നും വിഷയമില്ല. മെക്കാനിക്കൽ എന്താ അവസ്ഥ? മെക്കാനിക്കൽ പക്ക നല്ല വണ്ടിയാ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, എയർ ബാഗ്സ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ടാവും. ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്ന SMT എന്നുള്ള മിഡിൽ ഓപ്ഷൻ അമേസ് ഡീസൽ വണ്ടി 2018 വേരിയന്റ്, 2018 മോഡൽ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ഇതിന്റെ മുകളിൽ കുറയ്ക്കുന്നുണ്ടോ? 20 കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. 7 റുപ്യ കട്ട് ചെയ്യാം. 7 റുപ്യക്ക് ക്ലിയർ ചെയ്യുന്നുണ്ടാവും അമേസ്. അത് ഫുൾ ഓൺ തന്നെ ഫുൾ ഓൺ കേട്ടാ. 2011 മോഡല് ഫോർച്യൂണർ, അന്നത്തെ 4 വീൽ ഡ്രൈവ് വരുന്ന ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ്. ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ന്യൂ മോഡലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ലിറ്റർ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. 10, 11, 12 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. പുതിയ ഫോർച്യൂണറിന് 40ൻ്റെ പുറത്ത് റേറ്റ് വരുന്നുണ്ട് ലെജൻഡർ അല്ലാത്തതിന്. ഇപ്പോൾ ഏകദേശം 12 വർഷം വഴക്കമുള്ള വണ്ടിക്ക് 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ഫ്രണ്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫോർച്യൂണർ നമുക്ക് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? നമുക്ക് 8 ലക്ഷം ലോൺ ചെയ്യാം. 8 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ശരി. ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ, ഇനി ഒരുപാട് ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ, ഇനി ഒരുപാട് വണ്ടികൾ, ഇഷ്ടംപോലെ വണ്ടികൾ വരാനില്ലേ സാധിക്ക? ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. തിങ്കളാഴ്ച മുതൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള പുളിക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ തന്നെ. ഓക്കെ. 15-ാം തീയതി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ സഹകരണ ബാങ്ക് കാണാം. സഹകരണ ബാങ്കിൻ്റെ അടുത്ത് 10 മീറ്റർ പാലക്കാട് റോഡിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് പുതിയതായിട്ട് വരുന്ന മേളേൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ ഓരോ വണ്ടിക്ക് എൻക്വയറി ചെയ്യുക. കാരണം വണ്ടികൾ ഷിഫ്റ്റിങ്ങിലായിരിക്കും, അവിടെ ആയിരിക്കും എന്നുള്ളത് കറക്റ്റ് ഇവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോന് അപ്ഡേറ്റ് ഉള്ളത്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.